നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യ തേടുന്ന ഒരു കൊടും കുറ്റവാളി, അറസ്റ്റ് വാറണ്ട് അടക്കം പുറപ്പെടുവിച്ച് ദേശീയ സുരക്ഷാ ഏജൻസി കാത്തിരിക്കുന്ന കൊടും ഭീകരൻ സാക്കിർ നായിക്. എന്നാൽ സാക്കിർ നായിക്കുമായി ബന്ധപ്പെട്ടിപ്പോൾ ഒരു വാർത്ത പുറത്തു വരുന്നു. ഗുരുതര രോഗം ബാധിച്ച് മലേഷ്യയിലെ ഒരു ആശുപത്രിയിൽ ജീവന് വേണ്ടി മല്ലിടുകയാണ് സാക്കിർ നായിക്. സാക്കിർ നായിക്കിന് എയ്ഡ്സ് ഉണ്ടെന്നാണ് നിലവിൽ ചർച്ചകൾ കൊഴുക്കുന്നത്. സോഷ്യൽ മീഡിയയിലടക്കം ഈ അസുഖ വിവരം വലിയ തോതിൽ തന്നെ വിവാദമായി കത്തിപ്പടരുമ്പോൾ മറുപടിയുമായി സാക്കിർ നായിക് വരുന്നു. മലേഷ്യയിൽ എവിടെയാണ് സാക്കിർ നായിക് ഒളിച്ചിരിക്കുന്നത്? എന്തിനാണ് രാഹുൽ ഗാന്ധി മലേഷ്യയിലേക്ക് പോകുന്നത്? കഴിഞ്ഞ ദിവസം CRPF അടക്കം രാഹുൽ ഗാന്ധിക്കെതിരെ ഉയർത്തിയ ഗുരുതരമായ ചട്ടലംഘനം, സുരക്ഷാ വീഴ്ചയടക്കം ഇപ്പോൾ ചർച്ചയാവുകയാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ, ഇസ്ലാമിക മതമൗലികവൽക്കരണം എന്നീ കുറ്റങ്ങളുടെ പേരിൽ ഇന്ത്യ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച സാക്കിർ നായിക്കിനെയാണ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മലേഷ്യയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി നിലവിൽ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. സാക്കിർ നായിക്കിന് HIV ബാധയാണെന്നാണ് ചില ചാനലുകൾ പുറത്തുവിട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട എക്സ്ക്ലൂസീവ് വാർത്ത. മലേഷ്യയിലെ തന്നെ ഏറ്റവും പ്രമുഖ സ്വകാര്യ ആശുപത്രി ശൃംഖലയായിട്ടുള്ള സൺവേ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് സാക്കിർ നായിക്ക് ഇപ്പോൾ ചികിത്സ തേടുന്നത്. സാക്കിർ നായിക്കിന് പലതരത്തിലുള്ള അസുഖങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ളത് എയ്ഡ്സ് രോഗമാണെന്നും പറയുന്നു. ഇതൊരു ലൈംഗിക ബന്ധത്തിലൂടെ ഏർപ്പെടുന്ന ഒരു രോഗമായി ചൂണ്ടിക്കാണിക്കുന്നു. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്, ഹൃദയരോഗം, അണുബാധ തുടങ്ങിയ ചികിത്സകളിൽ ഏറ്റവും പേരുകേട്ട ഒരു ആശുപത്രി കൂടിയാണ് സൺവേ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. തനിക്കിനി മറ്റ് ആശ്രയമില്ല എന്ന രീതിയിലാണ് മലേഷ്യയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇന്ത്യ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതിനെ തുടർന്ന് മലേഷ്യയിൽ അഭയം തേടിയ സാക്കിർ നായിക് അവിടെയും ഇസ്ലാമിക മത മൗലികവൽക്കരണം നടത്തിപ്പോരുകയാണ്. ഇന്ത്യയിൽ പല തോതിൽ പലരെയും സാക്കിർ നായിക് പ്രലോഭിപ്പിക്കുന്നു. തൻ്റെ ചിന്തകളിലൂടെ, തൻ്റെ പ്രസംഗങ്ങളിലൂടെ ഭീകരപ്രവർത്തനങ്ങളിലേക്ക് ആകൃഷ്ടരാക്കുന്നു എന്നുള്ള ആരോപണം ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. ഇതിനിടയിലാണ് സാക്കിർ നായിക്കിന് കടുത്ത രോഗബാധയുണ്ടെന്നും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വിവരവും പുറത്തു വരുന്നത്. ഇസ്ലാമിക പ്രഭാഷകനും ഒളിവിലായിരിക്കുന്നയാളുമായിട്ടുള്ള സാക്കിർ നായിക്കിന് എയ്ഡ്സ് ബാധിച്ചു എന്ന വാർത്തകൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. അത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പ്രചരിപ്പിക്കുന്നു. എന്നാൽ ഒരു വിഭാഗം ഇത് നിഷേധിക്കുന്നു. വ്യാപകമായി ഇത് BJP നേതാവ് അമിത് മാളവിയാണ് സത്യമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് മെഡിക്കൽ റിപ്പോർട്ട് അടക്കം പങ്കുവെച്ചുകൊണ്ട് സാധൂകരിക്കുന്നത്. ഈ അടുത്തായി രാഹുൽ ഗാന്ധി 4 ദിവസം മലേഷ്യൻ സന്ദർശനം നടത്തിയിരുന്നു. എന്തിനു പോയി, എവിടെ പോയി എന്ന ചോദ്യങ്ങളടക്കം BJP ഉയർത്തുന്നു. രാഹുൽ ഗാന്ധി ഈ സന്ദർശന വേളയിൽ സാക്കിർ നായിക്കുമായി ഏതെങ്കിലും തരത്തിലുള്ള കൂടിക്കാഴ്ച നടത്തിയിരുന്നു? BJP ഉയർത്തുന്ന പ്രധാനപ്പെട്ട സംശയമാണ്. അതിനിടയിലാണ് സാക്കിർ നായിക്കുമായി ബന്ധപ്പെട്ട രോഗാവസ്ഥയെക്കുറിച്ചുള്ള വിവരങ്ങളടക്കം പുറത്തു വരുന്നത്. രാജ്യവിരുദ്ധ നീക്കങ്ങളാണ് രാഹുൽ ഗാന്ധി നിരന്തരം നടത്തുന്നത്. രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും സമാധാനത്തെയും ചോദ്യം ചെയ്യാനും അത് നശിപ്പിക്കാനുമായി രാഹുൽ ഗാന്ധി പണിപ്പെടുന്നു എന്നുള്ള ആക്ഷേപം BJP ഉയർത്തുന്ന സാഹചര്യത്തിൽ കൂടിയാണ് സാക്കിർ നായിക് ആശുപത്രിയിലാണെന്ന വിവരവും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് രാഹുൽ ഗാന്ധി അവിടെ എത്തിയെന്നുള്ള വാർത്തയും ഇക്കൂട്ടത്തിൽ പുറത്തു വരുന്നത്. സാക്കിർ നായിക് ആകട്ടെ ഇതിനെ പൂർണ്ണമായും നിഷേധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പ്രചരിക്കുന്നത് വ്യാജരേഖയായിരിക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ. വളരെ വേഗത്തിൽ തീ പോലെ ഇത് പ്രചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. രോഗം ബാധിച്ച് ചികിത്സയിലാണെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകളൊക്കെ കിംവദന്തിയാണെന്നാണ് സാക്കിർ നായിക് പറഞ്ഞിരിക്കുന്നത്. മീഡിയ വൺ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് തനിക്ക് അത്തരത്തിൽ രോഗങ്ങളില്ല എന്നാണ് സാക്കിർ നായിക് അവകാശപ്പെടുന്നത്. പൂർണ്ണമായും ഈ അവകാശവാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് സാക്കിർ നായിക്കിൻ്റെ അഭിഭാഷകൻ അക്ബറുദ്ദീൻ അബ്ദുൽ ഖാദിർ പറഞ്ഞു എന്നാണ് മീഡിയ വൺ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രചരിക്കുന്ന വ്യാജ വാർത്തകളെ അസംബന്ധമെന്നാണ് സാക്കിർ നായിക് പറയുന്നത്. പ്രാദേശിക പോർട്ടലായിട്ടുള്ള മലേഷ്യ കിന്നോടായിരുന്നു സാക്കിർ നായിക് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. എയ്ഡ്സ് രോഗവുമായി ബന്ധപ്പെട്ട് മലേഷ്യയിലെ ക്ലാങ് താഴ്വരയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ സാക്കിർ നായിക് ചികിത്സയിലായിരുന്നുവെന്ന് നേരത്തെ ഇന്ത്യൻ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. സാക്കിർ നായിക്കിൻ്റെ ജനപ്രീതിയും സ്വാധീനവും കാരണം അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയെ കളങ്കപ്പെടുത്താനുള്ള ശ്രമമാണ് ഇതെന്നായിരുന്നു അഭിഭാഷകൻ കൂടിയായുള്ള അക്ബറുദ്ദീൻ അബ്ദുൽ ഖാദിർ പറയുന്നത്. തികച്ചും വ്യാജ പ്രചരണമെന്ന് അദ്ദേഹം അതിനെ തള്ളിക്കളഞ്ഞു. അവസാനമായി കണ്ടുമുട്ടിയപ്പോഴും അദ്ദേഹം ആരോഗ്യവാനായിരുന്നു. ഇതൊക്കെ വ്യാജ ആരോപണങ്ങളാണ്, അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് അക്ബറുദ്ദീൻ പറയുന്നത്. സാക്കിർ നായിക് ഫ്രീ മലേഷ്യ ടുഡേ എന്ന മാധ്യമത്തോട് സംസാരിച്ചപ്പോൾ തൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള ഈ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് പറഞ്ഞിരുന്നു. ഇത് വ്യാജ വാർത്തയാണ്, കള്ളമാണ്. താൻ നല്ല ആരോഗ്യവാനാണ്. പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴിയും ഈ അഭ്യൂഹം വ്യാപകമായി തന്നെ പ്രചരിക്കുന്നു. അതിന് തനിക്ക് ഒരുവിധ ബന്ധവുമില്ല എന്നാണ്
നിലവിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം ഈ സാഹചര്യത്തിൽ കോൺഗ്രസിനെതിരെ അതിരൂക്ഷ വിമർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഉയർത്തിയത് ശ്രദ്ധേയമാണ്. കോൺഗ്രസ് എപ്പോഴും ഇന്ത്യ വിരുദ്ധ ശക്തികൾക്കൊപ്പമാണ് നിലകൊള്ളുന്നതെന്നും നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കാൻ അവർ പ്രവർത്തിക്കുന്നുവെന്നുകൂടിയാണ് നരേന്ദ്രമോദി പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അസം സന്ദർശന വേളയിലാണ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്. നുഴഞ്ഞുകയറ്റം തടയാൻ BJP കർശനമായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു, പ്രവർത്തിക്കുന്നു. കോൺഗ്രസ് ആകട്ടെ അധികാരത്തിൽ നിന്ന സമയത്ത് തീവ്രവാദ സംഭവങ്ങൾ കാരണം രാജ്യം ബുദ്ധിമുട്ടിലായിരുന്നു, അരക്ഷിതാവസ്ഥയായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കോൺഗ്രസ് പാകിസ്ഥാൻ സൈന്യത്തോടൊപ്പം ചേർന്നു. പാകിസ്ഥാന്റെ നുണകൾ കോൺഗ്രസിന്റെ ഒരു അജണ്ടയായി മാറി. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി കോൺഗ്രസ് ആസൂത്രിതമായ രീതിയിൽ നുഴഞ്ഞുകയറ്റം നടത്തി. അസമിലെ ഹിമന്ത ബിശ്വ ശർമ്മ സർക്കാർ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി ഇപ്പോൾ നുഴഞ്ഞുകയറ്റക്കാരിൽ നിന്നും മോചിപ്പിച്ചു. മോദി ആകട്ടെ നർത്തകർക്കും ഗായകർക്കും ഭാരത് രത്ന നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പ്രസിഡന്റ് തന്നെ ഭാരത് രത്ന പുരസ്കാരത്തെ പരിഹസിച്ചു. മഹാനായ അസമീസ് കലാകാരൻ ഭൂപൻ ഹസാരികയെ കോൺഗ്രസ് അപമാനിച്ചുവെന്നും മോദി പറഞ്ഞു. പൊതുയോഗത്തിൽ തദ്ദേശീയ ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണന നൽകണമെന്നാണ് പ്രധാനമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ലോകത്തൊരു ശക്തിക്കും ഇന്ത്യയെ ഇനി തോൽപ്പിക്കാൻ കഴിയില്ല. നിങ്ങളിനി എന്ത് വാങ്ങിയാലും തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. നിങ്ങൾ ആർക്കെങ്കിലും ഒരു സമ്മാനം നൽകുകയാണെങ്കിൽ അത് ഇന്ത്യയിൽ നിർമ്മിച്ചതായിരിക്കണം, അതിന് ഇന്ത്യൻ മണ്ണിൻ്റെ സുഗന്ധമുണ്ടായിരിക്കണമെന്ന് വാശി പിടിക്കും. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി മണിപ്പൂരും സന്ദർശിച്ചിരുന്നു. കലാപത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് അദ്ദേഹം മണിപ്പൂരിലെത്തുന്നത്. വർഷങ്ങളായി സംസ്ഥാനത്ത് കലാപം തുടരുന്നെങ്കിൽ പോലും കലാപബാധിതമായ മണിപ്പൂർ സന്ദർശിക്കാൻ മോദി വൈകിയ വിമർശനം പ്രതിപക്ഷം ഉയർത്തുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഈ സന്ദർശനം നടത്തിയത്. മണിപ്പൂരിനെ കൂടാതെ മിസോറാം, അസം, ബംഗാൾ, ബീഹാർ സംസ്ഥാനങ്ങളും 15-ാം തീയതി വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുന്നുണ്ട്. ഈ മേഖലയിലൊക്കെ തന്നെ സുരക്ഷ അതിശക്തമാക്കി മാറ്റിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് വെള്ളി വാർത്ത ഇൻസൈറ്റ്.